ചൈനീസ് സംഘം ബംഗ്ലാദേശിലെ ലാൽ മോണിർ ഹട്ട് സന്ദർശിച്ചു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ഈ ചൈനയ്ക്ക് എന്താണ് ബംഗ്ലാദേശിൽ ഈ പ്രസ്തുത സ്ഥലം കാണാനൊക്കെയുള്ള തോന്നലുണ്ടാകുന്ന കാര്യം? അത് ഈ ലാൽ മോണിർ ഹാട്ട് എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ വടക്കൻ അതിർത്തിക്ക് സമീപം വ്യോമസേനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. അവിടെ വ്യോമ താവളമായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട 4 വടക്കൻ ജില്ലകളിൽ ഒന്നാണ് ഈ പറയുന്ന ലാൽ മോണിർ ഹാട്ട്. 931 ഇത് സൈനിക വ്യോമ താവളമാകുന്നത്. 939 മുതൽ 1945 വരെ 2ാം ലോക മഹായുദ്ധം നടന്നതിന് ശേഷം ഇത് അടച്ചിടുകയുണ്ടായി. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ ബർമ്മ, അതായത് ഇന്നത്തെ മ്യാൻമാർ, ദക്ഷിണേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വ്യോമതാവളം ഈ സഖ്യകക്ഷികളൊക്കെയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പിന്നീട് അത് പ്രവർത്തനരഹിതമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഈ ലാൽ മോണിർ ഹാട്ടുമായിട്ട് അതിൽ ചില അന്താരാഷ്ട്ര സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന അവിടെ രാജ്യത്തിനകത്ത് വിമാന സർവീസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വിമാന സർവീസൊക്കെ വികസിപ്പിക്കാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് 2018 ഈ പറയുന്ന ലാൽ മോണിർ ഹട്ടിൽ വിമാനത്താവളത്തിന്റെ സ്ഥലത്ത് ഒരു വ്യോമയാന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ബന്ധമൊക്കെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് $500 കോടി സൗദി അറേബ്യ അവിടേക്ക് നിക്ഷേപിക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ളത്. അതിനായി ഒരു കരാറിലൊക്കെ അവർ ഒപ്പുവയ്ക്കുകയും ചെയ്തതാണ്. രാജ്യത്തിനാകെ ഗുണം ചെയ്യും, മാത്രമല്ല ഗതാഗതത്തിനൊപ്പം വ്യാപാരത്തിനും ഗുണം ചെയ്യും എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായി. അപ്പോൾ ഇതൊക്കെ ആയെങ്കിലും അവിടെ സൗദി ഫണ്ട് ഇറക്കി ഭൂട്ടാന് ഇതിലൊരു സാധ്യതയുണ്ടായിരുന്നു, ഒരു കണ്ണുണ്ടായിരുന്നു. എങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു വിഷയം അവിടെ നിന്നുപോയി, അത് മുന്നോട്ട് പോയില്ല. ഏറ്റവും അടുത്ത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനുസ് അവര് ഈ സാമ്പത്തിക വികസനത്തിൻ്റെ നടപടികളിലേക്ക് ഭാഗമായിട്ട് ലാൽ മോണിർ ഹട്ട് ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ 6 വിമാനത്താവളങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നടപടികൾ മുന്നോട്ട് വെച്ചിരുന്നു, അതായത് പദ്ധതിയൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ ചർച്ചകളൊക്കെ അവസാനിക്കുന്നതിന് മുൻപാണ് ചൈനീസ് സംഘം ഇവിടേക്ക് എത്തുന്നത്. ഇത് എത്തുന്നത് ഒരു തരത്തിൽ ഇന്ത്യക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പദ്ധതികൾ, ചൈന ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. എന്തായാലും ഈ പറയുന്ന മുഹമ്മദ് യൂനസ് ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു. ചൈനയിൽ പോയി അദ്ദേഹം വളരെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തുകയും അതേറെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. സമുദ്ര അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വലിയ വലിയ പ്രസ്താവനകളൊക്കെ നടത്തി. അല്ല, ഉണ്ണാനൊടുക്കാനും ഇല്ലെങ്കിലും നാക്കിന് കുറവൊന്നുമില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അത്തരത്തിൽ പോയ സമയത്ത് ഈ പറയുന്ന ലാൽ മോണിർ ഹട്ടുമായി ബന്ധപ്പെട്ടുള്ള വികസനം, അതിൻ്റെ പുനരുജ്ജീവനം, അതും വിഷയമായിട്ടുണ്ടാകാം എന്നുള്ളതാണ് നയതന്ത്രജ്ഞരൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇരുപക്ഷവും പക്ഷേ പുറത്തുവിട്ട രേഖകളിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ തന്ത്രപരമായിട്ട് ആകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഔദ്യോഗിക രേഖ പുറത്തു വരികയാണെങ്കിൽ അത് അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയെ മാറ്റിമറിക്കുന്നതായിരിക്കുമോ പിന്നീട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇവരെ എതിർക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാവാം ഒരു പക്ഷേ അത് ഔദ്യോഗിക രേഖകളിൽ വരാത്തത്. എന്തായാലും അതിനുശേഷമാണ് ഈ ചൈനീസ് സംഘം ലാൽ മോണിർ ഹട്ട് സന്ദർശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്.
അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കു കിഴക്ക് ഉള്ള 7 സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് ഈ സിലിഗുരി ഇടനാഴി. കുറെ ദിവസങ്ങളായിട്ട് ഇതൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാണ്. അപ്പൊ ഭൂപ്രദേശത്തിന്റെ രൂപത്തെ സൂചിപ്പിച്ചിട്ടാണ് അതിനെ ചിക്കൻ നെക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ ഇടനാഴിയുടെ ഇരുവശത്തും നേപ്പാളും ബംഗ്ലാദേശും ഉണ്ട്. ഈ രാജ്യങ്ങളുടെ ഇതിന്റെ വടക്കേ അറ്റത്ത് ഭൂട്ടാന് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിർത്തിക്ക് സമീപമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ കരസേന ഈ പ്രദേശത്തിന് ചുറ്റും ശക്തമായ സാന്നിധ്യവും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സിലിഗുരിക്ക് സമീപം ഏതാണ്ട് 130 കിലോമീറ്റർ മാത്രമാണ് ലാൽ മോണിർ ഹാട്ടിലേക്കുള്ള ദൂരം. അത്രയും കുറച്ചു ദൂരമാണ് ഉള്ളത്. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുരി, കുച്ച് ബിഹാർ ജില്ലകളുമൊക്കെ സമീപത്താണ്. ഇതൊക്കെ വീണ്ടെടുക്കാനാണ് ചൈന സത്യത്തിൽ ബംഗ്ലാദേശിന് സഹായം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ലാൽ മോണിർ ഹട്ടിൽ ചൈനയ്ക്ക് കണ്ണുണ്ട് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ചൈനയുടെ ചില കുൽസിത പ്രവർത്തികൾ. ഈ കുൽസിത പ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് ചൈന ഇതൊക്കെ നടപ്പാക്കുന്നത് എന്നർത്ഥം. അപ്പോ അതിർത്തിയിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിലൊക്കെ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ അത് അതായത് ഇവരുടെ സ്വാധീനം വർദ്ധിക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകും എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കെഴുത്ത്. എന്തായാലും ഇതൊക്കെ പല സുരക്ഷാ വിദഗ്ധരും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ചൈനയ്ക്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പ്രധാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗാൽവാൻ താഴ്വരയിലെ അതിർത്തി സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം ആശങ്കകൾ വർദ്ധിക്കുന്നതിന് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യമുണ്ട്. അപ്പം ചൈനീസ് പ്രതിനിധി സംഘം അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലേക്ക് ഒരു കണ്ണ് അല്ലെങ്കിൽ ഒരു ചുവട് കൂടുതൽ വെക്കാൻ ബംഗ്ലാദേശ് വഴി ഇവർക്ക് സാധിക്കും, അല്ലെങ്കിൽ സാധിപ്പിച്ചെടുക്കും എന്നുള്ളതിന്റെ ഒരു ഭാഗം ചൈനയുടെ ഒരു ലക്ഷ്യമാണത്. അത്തരത്തിലൂടെ ഈ പ്രദേശങ്ങൾ കാണുന്നതിലൂടെ പ്രദേശങ്ങളിലെ അതെ, ഇത് ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുരി, കുച്ച് ബിഹാർ ഒക്കെ എല്ലാം അടുത്താണ്. അപ്പൊ ഇതെല്ലാം ഈ സിലിഗുരി ഇടനാഴിയുടെ ഭാഗമാണ് ഇതെല്ലാം. അവിടെ ഈ പറയുന്നത് പോലെ ചൈന കണ്ണുവെക്കുകയും ചൈനയ്ക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടാക്കാനും സാധ്യതകൾ നമുക്ക് തള്ളാൻ കഴിയും. നമ്മുടെ അതിർത്തി ചൈന അതിർത്തിയുമായിട്ട് ഒരു വശം വരുന്നുണ്ടല്ലോ. അപ്പൊ അതെ, അതും വരുന്നുണ്ട്. അപ്പൊ ഈ ഡോക്ലാമിലെ വിഷയം അവിടെ നിലനിൽക്കെ തന്നെ ചൈനയ്ക്ക് ഇരച്ചു കയറാൻ അല്ലെങ്കിൽ ചൈനയ്ക്ക് നുഴഞ്ഞു കയറാൻ മറ്റൊരു സാധ്യതയാണ് ഈ സിലിഗുരി ഇടനാഴിയുമായി ബന്ധപ്പെട്ടിട്ട് ബംഗ്ലാദേശിനെ അവരുടെ വരുതിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയും. എളുപ്പ വഴിയാണ് ഇതുവഴി നുഴഞ്ഞു കയറാനുള്ള ഈ പറയുന്ന സിലിഗുരി ഇടനാഴി ആ ഭാഗമൊക്കെ കേന്ദ്രീകരിച്ച് അവർക്ക് പിടിച്ചടക്കാനും ഒക്കെ ആയിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അതിന് ബംഗ്ലാദേശിന് സഹായം ചെയ്യുന്നതിലൂടെ ഇവർക്ക് അതിന് കഴിയും. അതിലേക്കുള്ളൊരു വഴി അതുവഴി ഉണ്ടാക്കാൻ. അതെ, ഈ ലാൽ മോണിർ ഹാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർ ഫണ്ടിറക്കുകയോ ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ആളുകൾ കൂടുതൽ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള ഒരു നുഴഞ്ഞു കയറ്റം, ഒരു പിടിച്ചടക്കലൊക്കെ പറച്ചില് ലാൽ മോണിഹർ ഹട്ട് സന്ദർശിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു എന്നുള്ളത് പറച്ചിലാണ്. പക്ഷെ ലക്ഷ്യം ഇത് തന്നെയാണ്.